നമസ്കാരം. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ രാഹുൽ ഈശ്വർ മെൻസ് കമ്മീഷൻ എന്ന വാദം വീണ്ടും ആവർത്തിച്ചു. തന്നെ അറസ്റ്റ് ചെയ്തത് നോട്ടീസ് നൽകാതെയാണെന്നും നോട്ടീസ് നൽകിയെന്ന് പറയുന്നത് നുണയാണെന്നും ഇക്കാര്യം അയ്യപ്പസ്വാമിയെയും തന്റെ മക്കളെയും തൊട്ട് ആണയിടാമെന്നും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേസിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് ജാമ്യ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും രാഹുൽ സംസാരിക്കുന്നത് കണ്ട് ഭാര്യ ദീപ കരഞ്ഞുകൊണ്ട് സംസാരം നിർത്താൻ രാഹുലിന്റെ കാല് പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ രാഹുൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ സംസാരം തുടരുകയായിരുന്നു. തന്റെ ജയിലിലെ പ്രതിഷേധം പോലീസിനെതിരെ ആയിരുന്നില്ലെന്നും മറിച്ച് മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാൻ കഴിയില്ല, സത്യം കൊണ്ടേ ജയിക്കാനാകൂ. ആരാന്റെ മക്കളെ കള്ളപ്പരാതിയിൽ അകത്താക്കിയാൽ കാണാൻ രസമാണ്, അത് സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴേ പ്രയാസം മനസ്സിലാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: 16 ദിവസം ജയിൽ, മെൻസ് കമ്മീഷൻ വേണമെന്ന ബോധ്യം കൂടുതൽ ശക്തമായി പോരാടും. 2018 ജയിലിൽ ശബരിമല അയ്യപ്പന് വേണ്ടി നിരാഹാരം കിടന്നപ്പോൾ മറുഭാഗത്തുണ്ടായിരുന്ന അതേ തീവ്ര ഫെമിനിസ്റ്റ് ശക്തികളാണ് ഇപ്പോഴും കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത്. കോടതി വിധി ലംഘിക്കാതെ കോടതി വിധി മാനിച്ചുകൊണ്ട് ഉള്ള സത്യങ്ങൾ നാളെ പറയും. അഭിഭാഷകന്റെ അനുമതിക്ക് വെയിറ്റ് ചെയ്യുന്നു. ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയത്തിൽ അവർ തോറ്റു, നമ്മൾ ജയിച്ചു. മെൻസ് കമ്മീഷൻ വിഷയത്തിലും നമ്മൾ ജയിക്കും. ജയ് ഹിന്ദ്. രാഹുൽ ഈശ്വർ മെൻസ് കമ്മീഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷം പരിഗണിക്കാമെന്നറിയിച്ചാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി ഇന്നത്തേക്ക് മാറ്റിയിരുന്നത്. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് പരമാവധി തെളിവുകൾ ശേഖരിച്ച സാഹചര്യത്തിൽ പോലീസ് ഇന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കരുത്, മറ്റ് കേസുകളിൽ ഉൾപ്പെടരുത് എന്നതടക്കം ഉപാധികളോടെയാണ് ജാമ്യം. ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം പൂർത്തിയായതിനെ തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി പറഞ്ഞത്. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കാത്തതിനാൽ 2 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നു. 16 ദിവസമായി റിമാൻഡിലാണെന്നും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നും രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഇത്രയും ദിവസത്തിന് ശേഷം ഇനി എന്തിനാണ് വീണ്ടും കസ്റ്റഡി എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. വാദത്തിന് ശേഷം ഉത്തരവിനായി മാറ്റുകയായിരുന്നു. തുടർന്നാണ് വിധി പറഞ്ഞത്.